ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള മലബാർ റിവോൾട്ട്. മത്സര പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് മലബാർ റിവോൾട്ട്. ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ, ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ, ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കലാപം. വർഗീയതയുടെ മുഖം മൂടിയൊക്കെ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ വർഗീയതയുടെ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേര് ചാർത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ച ഒരു സമരമാണ് മലബാർ റിവോൾട്ട് 1921. മലബാർ റിവോൾട്ടിന്റെ കാരണം പറയുമ്പോൾ, മലബാർ റിവോൾട്ട് അങ്ങനെ സുപ്രഭാതത്തിൽ ഉണ്ടായി 1921 പൊട്ടിപ്പുറപ്പെട്ട ഒരു സമരമൊന്നുമല്ല. 1836 മുതലേ മലബാറിൽ കലാപം ഉണ്ടായിരുന്നു. 1836 മുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടന്നു. ഏകദേശം 10-22 കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിന്റെ പല പ്രദേശങ്ങളിൽ വേണ്ടി നടന്നു. 1836 ഒരുപാട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. 1919 നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും മലബാർ കലാപം താൽക്കാലികമായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ ഏകദേശം 22 കലാപങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു നമ്മൾ മലബാർ റിവോൾട്ട് അല്ലെങ്കിൽ മാപ്പിള കലാപം എന്നൊക്കെ വിളിക്കുന്ന മലബാർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ, കേരളത്തിലെ ജന്മിത്ത വ്യവസ്ഥയ്ക്കെതിരെ കേരളത്തിലെ കർഷകർ, മലബാറിലെ കർഷകർ നടത്തിയ ഒരു വലിയ പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് മലബാർ കലാപത്തെ വിശേഷിപ്പിക്കാം. പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ ഇത് വർഗീയതയുടെ പേര് ചാർത്തിക്കൊണ്ട് ഇതിനെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം അന്നത്തെ ജന്മിമാരെല്ലാം തന്നെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. മലബാറിലെ ഫാർമേഴ്സ് മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ കലാപം എന്നൊക്കെ പിന്നീട് ബ്രിട്ടീഷുകാരെതിരെ വിശേഷിപ്പിക്കുകയുണ്ടായി. എന്തായാലും കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു ഡയറക്റ്റ് ഫൈറ്റ് എന്ന് തന്നെ നമുക്ക് മലബാർ കലാപത്തെ വിശേഷിപ്പിക്കാം. ദ ഖിലാഫത്ത് മൂവ്മെന്റ് became the strong in Malabar and this leads to direct fight between British government and Muslims in Malabar. അപ്പം ഖിലാഫത്ത് മൂവ്മെന്റ് നമുക്കറിയാം 1918 രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. 1914 തുടങ്ങി 1918 നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ ഖിലാഫത്ത്, തുർക്കിയുടെ നേതാവായിരുന്ന ഖലീഫയെ പിടിച്ചെടുക്കുകയും ഖലീഫയുടെ അധികാരങ്ങൾ പിടിച്ചെടുക്കുകയും ആ ഖലീഫയുടെ അധികാരങ്ങൾ ഇല്ലാതാക്കി മാറ്റുകയും ചെയ്തു. ഖലീഫ എന്ന് പറഞ്ഞാൽ, തുർക്കിയിലെ ഖലീഫ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ മുസ്ലിംസിൻ്റെയും സ്പിരിച്വൽ ഹെഡാണ്, ആത്മീയ നേതാവാണ്. അപ്പോൾ അവർ തങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ ആര് പിടിച്ചെടുത്തു? ഇംഗ്ലണ്ടുകാർ പിടിച്ചെടുക്കുന്നു. അപ്പോൾ ആ ഇംഗ്ലണ്ടുകാർക്കെതിരായിട്ട് ഞങ്ങളുടെ ഖലീഫയുടെ, ഞങ്ങളുടെ സ്പിരിച്വൽ ഹെഡിൻ്റെ, ഞങ്ങളുടെ ആത്മീയ നേതാവിൻ്റെ എല്ലാ അധികാരങ്ങളും അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തെ മുഴുവൻ മുസ്ലിംസും ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയുടെ പേരാണ് ഖലീഫ മൂവ്മെന്റ്. ആ ഖലീഫ മൂവ്മെന്റ് പറഞ്ഞു പിന്നീട് എന്തായിട്ട് മാറിക്കുക, ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അത് ഖിലാഫത്ത് മൂവ്മെന്റ് ആവുന്നു. ആ ഖിലാഫത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പിന്നീട് മലബാർ കലാപത്തിലേക്ക് നയിക്കുന്നത്. മലബാറിലെ കർഷകരെ വിളിക്കുന്ന മറ്റൊരു പേര് മാപ്പിളമാർ എന്നാണ്. മലബാറിലെ മുസ്ലിംസിനെ വിളിക്കുന്ന പേരായിരുന്നു മാപ്പിളമാർ. ആ മാപ്പിളമാർ എല്ലാവരും തന്നെ കർഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കലാപം നടത്തിയ മാപ്പിളമാരായിരുന്നു മെജോറിറ്റിയും എന്നുള്ളത് കൊണ്ട് തന്നെ മലബാർ കലാപത്തെ എന്ത് പേരിലും അറിയപ്പെടുന്നു? മാപ്പിള കലാപം എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ 1921 നടന്ന മലബാർ കലാപത്തിന്റെ മറ്റൊരു പേര് മാപ്പിള കലാപം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലബാർ കലാപം 1921 തുടങ്ങുന്ന 1836 മുതൽ മലബാർ കലാപമുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ബ്രിട്ടീഷുകാർ അതിനെ അടിച്ചമർത്തുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ഖിലാഫത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ തുടർന്നാണ്. അതും കൂടി ഓർക്കുക. ദ ഇമ്മീഡിയറ്റ് റീസൺ ഓഫ് മലബാർ റെബല്ലിയൻ ഈസ് പൂക്കോട്ടൂർ വാർ. മറക്കരുത്, പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധമാണ്. ഒന്ന് തണുത്ത് നിന്ന മലബാർ കലാപം 1921 വീണ്ടും ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത് ഏത് സംഭവത്തോടു കൂടിയാണ്? പൂക്കോട്ടൂർ യുദ്ധത്തോടു കൂടിയാണ്. മലബാർ കലാപത്തിന്റെ സെന്റർ എന്നറിയപ്പെടുന്നത് തിരൂരങ്ങാടിയാണ്. ഇന്ന് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മലബാർ കലാപത്തിന്റെ കേന്ദ്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. മലബാർ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമാരൻ പുത്തൂർ സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേർ ആരൊക്കെയാണ്? ഒന്ന് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുണ്ട്, കുമാരൻ പുത്തൂർ സീതക്കോയ തങ്ങളുണ്ട്, അലി മുസ്ലിയാരുണ്ട്. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ
മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ദ മുസ്ലിം ടെനന്റ് വെയർ ദ അജിറ്റേറ്റേഴ്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഇവരെല്ലാവരും കൂടി ചേർന്ന മുസ്ലിങ്ങളായിട്ടുള്ള കർഷകരായിരുന്നു മലബാറിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മാപ്പിളമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുസ്ലിംസ് നടത്തിയ കലാപമാണ് എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നു. പ്രധാനമായിട്ടും ഏതൊക്കെ താലൂക്കുകൾക്കെതിരെ, ഇത് SCRT ഫാക്റ്റ് ആണ്, കാരണം SLC പുസ്തകത്തിൽ പഠിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് വളരെ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. ഏറനാട്, വള്ളുവനാട്, തിരൂരങ്ങാടി ആയിരുന്നു സെന്റർ എങ്കിലും ഏറനാട്, വള്ളുവനാട്, പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ത് നടക്കുന്നത്, 1921 മലബാർ കലാപം നടക്കുന്നത്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇമ്പോസ്ഡ് സെക്ഷൻ 144 ഇൻ ഏറനാട് ആൻഡ് വള്ളുവനാട് താലൂക്ക്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കലാപകാരികളെ അടിച്ചമർത്തുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് 144 പ്രഖ്യാപിച്ചത് ഏതൊക്കെ താലൂക്കുകളിലാണ്? ഏതൊക്കെയാ? ഏറനാട് താലൂക്കിലും വള്ളുവനാട് താലൂക്കിലുമാണ് അവർ പ്രധാനമായിട്ടും എന്ത് പ്രഖ്യാപിച്ചത്? 144 പ്രഖ്യാപിച്ചത്. ദ പോലീസ് ട്രൈഡ് ടു അറസ്റ്റ് ദ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇങ്ങനെയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന് നമ്മൾ പറഞ്ഞു. മലബാർ കലാപം പെട്ടെന്ന് ആരംഭിക്കാനുള്ള കാരണം എന്താ? പൂക്കോട്ടൂർ യുദ്ധമാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തുവാ? നമ്മുടെ ഖിലാഫത്ത് മൂവ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലോടെ, 1919 ഖിലാഫത്ത് മൂവ്മെന്റ് രൂപീകരിച്ചു. ലോകത്തെല്ലായിടത്തും ഖിലാഫത്ത് മൂവ്മെന്റ്, മുസ്ലിംസ് എവിടെയുണ്ടോ അവിടെ എന്തുണ്ടായിരുന്നു? ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു? എന്തിനു വേണ്ടിയിട്ടാണ്? 1918 അവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ആരുടെ അധികാരം പിടിച്ചെടുക്കുന്നു? ഖലീഫയുടെ. ഖലീഫ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുസ്ലിംസിന്റെ സ്പിരിച്വൽ ഹെഡാണ്. അദ്ദേഹത്തിന് അധികാരം പിടിച്ചെടുത്തപ്പോൾ ആ അധികാരം തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ലോകത്തെ മുഴുവൻ മുസ്ലിംസും കൂടി ചേർന്ന് ഉണ്ടാക്കിയ സംഘടനയാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അതിന്റെ ഒരു കമ്മിറ്റി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 1919 ഖിലാഫത്ത് മൂവ്മെന്റ് രൂപീകരിക്കുന്നത് ആരൊക്കെ ചേർന്ന? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും കൂടി ചേർന്ന്, അലി പ്രദേശ് എന്നറിയപ്പെടുന്ന. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലും ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാകുന്നു. അതിന്റെ ഒരു കഷ്ണം എവിടെയും വരും, കേരളത്തിലും വരും. അങ്ങനെ കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി, എവിടുത്തെ? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ആര്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഖിലാഫത്ത് കമ്മിറ്റി, ഖിലാഫത്ത് മൂവ്മെന്റിന്റെയും ശത്രു ആരാ? ബ്രിട്ടീഷുകാരാ. കാരണം ബ്രിട്ടീഷുകാരാണ് അവരുടെ ഖലീഫയെ അപമാനിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു ആരുടെ ശത്രുക്കൾ? ആ ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ശത്രുക്കൾ. അപ്പോൾ എങ്ങനെയെങ്കിലും ഖിലാഫത്ത് കമ്മിറ്റി ഒതുക്കണം, ഇതായിരുന്നു ആരുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതുകൊണ്ട് തലേ തന്നെ കയറി പിടിച്ചു. ആരെ? നമ്മുടെ പൂക്കോട്ടൂരെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ കള്ളക്കേസിൽ പിടിച്ച് അകത്തിടുകയാണ്. അപ്പോൾ ബാക്കി തങ്ങളുടെ നേതാവിനെ തൊട്ട ബാക്കിയുള്ളവർ അടങ്ങിയിരിക്കും? ഇല്ല. അങ്ങനെ മലബാറിലെ മുഴുവൻ ആളുകളും കൂടി ആ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ സംഭവത്തെ വിളിക്കുന്ന പേരാണ് പൂക്കോട്ടൂർ യുദ്ധം അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇതാണ് സംഭവം, മനസ്സിലായല്ലോ. അപ്പോൾ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ കള്ളക്കേസിൽ കുടുക്കുകയാണ്. എങ്ങനെ ഖിലാഫത്ത് മൂവ്മെന്റ് വളർന്നുകൂടാ? ഖിലാഫത്ത് മൂവ്മെന്റിന് ഒറ്റ ശത്രുവേ ഉള്ളൂ, അത് ഇംഗ്ലണ്ടുകാരാണ്, അത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഖിലാഫത്ത് കമ്മിറ്റി അടിച്ചൊതുക്കുക, ഇതായിരുന്നു ആരുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ജനങ്ങൾ എല്ലാവരും കൂടി മാർച്ച് ചെയ്തു. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു. ആരെ രക്ഷിക്കുന്നു? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ രക്ഷിക്കുകയും ഒരു താൽക്കാലിക ഗവൺമെന്റ് അവർ സ്ഥാപിക്കുകയും ചെയ്തു. ആ താൽക്കാലിക ഗവൺമെന്റ് ഹെഡായിരുന്നു അലി മുസ്ലിയാർ, മറക്കരുത്. അങ്ങനെ കലാപകാരികൾ വിജയിച്ച് നിൽക്കുകയാണ്. കലാപകാരികൾ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ രക്ഷിക്കുന്നു. പോലീസ് സ്റ്റേഷൻ അടിച്ച് തകർത്തു, തച്ച് തകർക്കുകയാണ്. എന്നിട്ട് അതിന് സമാന്തരമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് സമാന്തരമായിട്ട് ഒരു പുതിയ ഗവൺമെന്റും സ്ഥാപിക്കുന്നു. ആ ഗവൺമെന്റിന്റെ പേരാണ്, ആ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് അലി മുസ്ലിയാരാണ്. അങ്ങനെ ഈ ആക്രമണത്തിൽ, ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലും ഈ പൂക്കോട്ടൂർ കലാപത്തിലുമൊക്കെ ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസിന്റെ ഹെഡ്, പോലീസിന്റെ സൈനിക തലവൻ, അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഹിറ്റ്കോക്ക്. ആരാണ്? ഹിറ്റ്കോക്ക് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് പോലീസ്. അപ്പോൾ മലബാർ കലാപത്തിനിടെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ഹിറ്റ്കോക്ക്. ആരാണ്? ഹിറ്റ്കോക്ക്, മറക്കരുത്, ഹിറ്റ്കോക്ക്. ഇനി ഹിറ്റ്കോക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് പഠിക്കാനുള്ളത് ഹിറ്റ്കോക്കിന്റെ സ്മാരകം. അങ്ങനെ ഹിറ്റ്കോക്ക് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഓർമ്മയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു വലിയ സ്മാരകമൊക്കെ പണിഞ്ഞു വെച്ചിരുന്നു. ആ സ്മാരകം പൊളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കവിത എഴുതിയ കവി ഉണ്ടായിരുന്നു, കമ്പളത്ത് ഗോവിന്ദൻ നായർ. വളരെ റയറായിട്ടുള്ള ഫാക്റ്റ് മറക്കരുത്. ബ്രിട്ടീഷുകാർ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു. പൂക്കോട്ടൂർ കലാപവുമായി ബന്ധപ്പെട്ട്, പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹിറ്റ്കോക്ക് എന്നാണ്. ആ ഹിറ്റ്കോക്കിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു സ്മാരകം പണിതു. ആ സ്മാരകം പൊളിച്ചു കളയണം എന്നുള്ള ഒരു കവിത എഴുതിയ വ്യക്തിയായിരുന്നു ആര്? കമ്പളത്ത് ഗോവിന്ദൻ നായർ. ദ പേഴ്സൺ ഹൂ റോട്ട് എ പോയം വിച്ച് ഡിമാൻഡഡ് ടു കൊളാപ്സ് ദ മെമ്മോറിയൽ ഓഫ് ഹിറ്റ്കോക്ക്. ഹിറ്റ്കോക്കിന്റെ മെമ്മോറിയൽ സ്മാരകം പൊളിക്കണം എന്ന കവിത എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു മലബാർ കലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആര്? വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തെ സ്വയം അദ്ദേഹം വിശേഷിപ്പിച്ച 3 പേരുകൾ: കിങ് ഓഫ് ഹിന്ദുസ്, ഹിന്ദുക്കളുടെ രാജാവ്; അമീർ ഓഫ് മുസ്ലിംസിന്റെ അമീർ; കേണൽ ഓഫ് ഖിലാഫത്ത് ആർമി, ഖിലാഫത്ത് ആർമിയുടെ കേണൽ. ഇങ്ങനെയൊക്കെ സ്വയം വിശേഷിപ്പിച്ച നേതാവ് ആരെന്ന് ചോദിച്ചാൽ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആരാണ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി? അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചതാ ദ കിങ് ഓഫ് ഹിന്ദുസ്, അമീർ ഓഫ് മുസ്ലിംസ്, കേണൽ ഓഫ് ഖിലാഫത്ത് ആർമി എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അതോടൊപ്പം തന്നെ എവിടെയൊക്കെ സ്ഥലങ്ങളിലാണ് മലബാർ കലാപം പ്രധാനമായും നടന്നത്? മലപ്പുറത്ത്, തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട താലൂക്കുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് താലൂക്ക് ചോദിച്ചാൽ ഏറനാടുണ്ട്, വള്ളുവനാടുണ്ട്, പൊന്നാനിയുണ്ട്. ഇത് പ്രധാനപ്പെട്ട സെന്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മലപ്പുറം, തിരൂരങ്ങാടി, അതോടൊപ്പം തന്നെ മഞ്ചേരി, പെരിന്തൽമണ്ണ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു ധീര വനിതയുണ്ടായിരുന്നു. ആ വനിതയുടെ പേരാണ് കമ്മത്തു ചെന്നമ്മ. ഏതാണ്? അപ്പൊ കമ്മത്തു ചെന്നമ്മ വളരെ റയറായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. മലബാർ കലാപം 1921 ആരംഭിച്ച മലബാർ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ഒരു വനിതയുണ്ടായിരുന്നു. ആ വനിതയുടെ പേര് കമ്മത്ത് ചെന്നമ്മ എന്നാണ്. അങ്ങനെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കലാപകാരികളെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നു. ആ അടിച്ചമർത്തിയതിനു ശേഷം കലാപകാരികളെ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ ആൻഡമാനിലേക്ക് കുറേ പേരെ നാട് കടത്തി. അതോടൊപ്പം തന്നെ ആസ്ട്രേലിയയിലെ ബോട്ടണി ബേയിലേക്കും നാട് കടത്തി. അപ്പം 1921 ആരംഭിച്ച കലാപത്തെ അത്ഭുതങ്ങളൊന്നും ഇവിടെയും സംഭവിക്കുന്നില്ല. ബ്രിട്ടീഷുകാരുടെ സൈന്യം വളരെ ക്രൂരമായി തന്നെ മലബാർ കലാപത്തെ അടിച്ചമർത്തുന്നു. കലാപകാരികളെ നാട് കടത്തിയ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ, ഒന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപും അതോടൊപ്പം തന്നെ ബോട്ടണി ബേ, എവിടുത്തെ? ഓസ്ട്രേലിയ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ദ മലബാർ റെബല്യൻ ലീഡേഴ്സ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ വെയർ ഹാങ്ങഡ് ടു ഡെത്ത് ബൈ ദ ബ്രിട്ടീഷ് പോലീസ്. അപ്പോൾ ബ്രിട്ടീഷുകാർ വധിച്ച അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പ്രധാനപ്പെട്ട മലബാർ കലാപത്തിന്റെ നേതാക്കൾ, ഒന്ന് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, നമ്മൾ നേരത്തെ പറഞ്ഞു ദ കിങ് ഓഫ് ഹിന്ദുസ് എന്ന് വിശേഷിപ്പിക്കുന്ന, അമീർ ഓഫ് മുസ്ലിംസ് എന്ന് വിശേഷിപ്പിക്കുന്ന, കേണൽ ഓഫ് ഖിലാഫത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ഖിലാഫത്ത് ആർമി എന്ന് സ്വയം വിശേഷിപ്പിച്ച വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും, അതോടൊപ്പം പൂക്കോട്ടൂർ കലാപത്തിലൂടെ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ച അലി മുസ്ലിയാരെയും ആര് തൂക്കിക്കൊല്ലുകയാണ്? ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുന്നു. അങ്ങനെ 1921 ഡിസംബർ മാസത്തോടുകൂടി മലബാർ കലാപത്തെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തുകയാണ്? ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ്. നമ്മുടെ കണക്കനുസരിച്ച് ഇനി മരണത്തിന്റെ കലാപം കഴിഞ്ഞു ഇനി മരിച്ചവരുടെ എണ്ണം എടുക്കുകയാണ്. ഏകദേശം ഔദ്യോഗിക കണക്കനുസരിച്ചും അനൗദ്യോഗിക കണക്കനുസരിച്ചും ഏകദേശം 10,000-ഓളം ആളുകൾ മരിച്ചു എന്നും, അതോടൊപ്പം തന്നെ അതിൽ 2339 കലാപകാരികൾ ഉൾപ്പെടെ, ബാക്കിയെല്ലാം ബ്രിട്ടീഷുകാരാണ്, 2339 കലാപകാരികൾ ഉൾപ്പെടെ 10,000-ഓളം ആളുകൾ ഈ കലാപത്തിൽ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫാക്റ്റ് പഠിക്കാനുള്ളത്, മലബാർ കലാപത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് IV ശശി സംവിധാനം ചെയ്ത സിനിമയുടെ പേര്, മമ്മൂട്ടിയൊക്കെ വളരെ മനോഹരമായി തകർത്തയച്ച സിനിമയാണ്. മമ്മൂട്ടിയുണ്ട്, സീമയുണ്ടായിരുന്നു, ഇവരൊക്കെ വളരെ മനോഹരമായി അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ആ കലാപത്തിന്റെ വർഷം തന്നെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, 1921. അപ്പോൾ IV ശശി സംവിധാനം ചെയ്ത മലബാർ കലാപം പ്രമേയമാക്കിയ സിനിമയുടെ പേരാണ് 1921. അപ്പം 1921 എന്ന സിനിമയുടെ സംവിധായകൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായിട്ടുള്ള IV ശശിയാണ്. ഇനി പൂക്കോട്ടൂർ വാറാണ്. പൂക്കോട്ടൂർ വാർ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. മലബാർ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് പൂക്കോട്ടൂർ വാർ. 1921 പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കലാപകാരികൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഒരു സമാന്തര ഗവൺമെന്റ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. ഈ സംഭവത്തെ വിളിക്കുന്ന പേരാണ് പൂക്കോട്ടൂർ വാർ. ഏകദേശം 3000-ഓളം കലാപകാരികൾ ഈ പൂക്കോട്ടൂർ വാറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഈ പൂക്കോട്ടൂർ വാർ നമ്മൾ നേരത്തെ പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ അവരെ ആക്രമിച്ച് കീഴടക്കി ഒരു സമാന്തര ഗവൺമെന്റ് സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം അത്രമാത്രം ശക്തമായിരുന്നു പൂക്കോട്ടൂർ കലാപത്തിലൂടെ ഉണ്ടായ പ്രതിഷേധങ്ങൾ. അങ്ങനെ അലി മുസ്ലിയാർ ഒരു സമാന്തര ഗവൺമെന്റ് ഒക്കെ സ്ഥാപിച്ചു.
സ്ഥാപിച്ചു നിൽക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ അന്നത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി, മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചോദ്യമാണ്. The district magistrate who asked for army aids from Madras government to suppress the rebellion. തോമസ് എന്ന് പറയുന്ന അന്നത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മദ്രാസ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു എത്രയും പെട്ടെന്ന് ഒരു സൈന്യത്തെ അയച്ച് തങ്ങളെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ച ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ തോമസ് എന്നാണ്. അതോടൊപ്പം തന്നെ കലാപകാരികളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കുതന്ത്രങ്ങളുടെയൊക്കെ ഉസ്താദുമാരാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം കലാപം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ആ കലാപകാരികളെയൊക്കെ ഭയപ്പെടുത്തുവാൻ വേണ്ടി കോഴിക്കോട്ട് തുറമുഖത്ത് ഒരു കപ്പൽ, ഒരു യുദ്ധക്കപ്പൽ എന്ന് പറയുന്ന പ്രതീതി ചെലുത്തുവാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പൽ, യുദ്ധക്കപ്പലിനകത്ത് ബ്രിട്ടീഷുകാരെല്ലാം കൂടി വരുന്നു, എത്രയും പെട്ടെന്ന് കലാപകാരികൾ ഓടി രക്ഷപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഒരു കപ്പൽ കോഴിക്കോട്ട് പോർട്ടിലേക്ക് എത്തി. ആ കപ്പലിന്റെ പേരാണ് കോമസ്, മറക്കരുത്, കോമസ്. അപ്പൊ തോമസും തോമസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, കോമസ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പലാണ്. അപ്പൊ തോമസിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം മദ്രാസ് ഗവൺമെന്റ് കത്തയച്ചു എത്രയും പെട്ടെന്ന് ഒരു വലിയ സൈന്യത്തെ തങ്ങളുടെ നാട്ടിലേക്ക് അയച്ചിട്ട് ഇവിടെ അലി മുസ്ലിയാർ ഒരു പുതിയ ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അവരെ തച്ച് താഴെ ഇറക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിലവിലത്തെ ആർമിയെ കൊണ്ടൊന്നും പറ്റില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മദ്രാസ് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്ത ആരാണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പേരാണ് ആര്? തോമസ്. ഇനി കോമസ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു കപ്പലായിരുന്നു, കോഴിക്കോട്ട് തുറമുഖത്തേക്ക് എത്തിയതാണ്. ആരെ പേടിപ്പിക്കാൻ വേണ്ടി? കലാപകാരികളെ പേടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു കപ്പലിന്റെ പേരാണ് കോമസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് 1921 മലബാർ കലാപത്തോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് വാഗൺ ട്രാജഡി. ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്നൊക്കെ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന വളരെ ക്രൂരമായ സംഭവം വാഗൺ ട്രാജഡി. നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരമായ കിരാതമായ ഒരു സംഭവമായിരുന്നു വാഗൺ ട്രാജഡി. ദ ട്രാജിക്കൽ ഇവന്റ് ഹാപ്പൻഡ് ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ റെബല്യൻ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും ക്രൂരമായ ഒരു സംഭവമായിരുന്നു എന്ത്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ മാസം 10-ാം തീയതിയാണ്. 1921 നവംബർ മാസം 10 ഡിസംബറിലാണ് കലാപം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നത്. 1921 നവംബർ 10 എന്ത് നടക്കുന്നു? വാഗൺ ട്രാജഡി നടക്കുന്നു. അതായത് കലാപം ഏകദേശമൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. കുറേ പേര് നമ്മൾ ആൻഡമാൻ നിക്കോബാറിലേക്കും അതോടൊപ്പം ഓസ്ട്രേലിയയിലേക്കും നാട് കടത്തി. ബാക്കി ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം കൂടി ഒരു ഗുഡ്സ് ട്രെയിനിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് എവിടെ? ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ, തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനകത്ത് അവിടുത്തെ കലാപകാരികളെല്ലാം കൂടെ കുത്തി നിറച്ച് ആ ട്രെയിൻ തിരൂരിൽ നിന്ന് യാത്ര അയക്കുകയാണ്. എങ്ങോട്ടേക്കാണ് യാത്ര? ബെല്ലാരി ജയിലിലേക്കാണ്. പക്ഷേ ആ ട്രെയിൻ എവിടം വരെയാണ്? നമ്മുടെ തിരൂർ മുതൽ കോയമ്പത്തൂർ വരെ പോകുന്ന ഗുഡ്സ് ട്രെയിനാണ്, സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിനാണ്. ആ ഗുഡ്സ് ട്രെയിനിൻ്റെ പ്രത്യേകത അതിന് ആ വിൻഡോയോ അല്ലെങ്കിൽ അതിന് ഡോറോ ഒന്നുമില്ല, ആകെ ഒരൊറ്റ ഡോറ് മാത്രമേ ഉള്ളൂ, അത് പൂട്ടി വെച്ചിരിക്കുകയാണ്. ബാക്കി ആൾക്കാരെല്ലാം കുത്തി നിറച്ച് ആ ഗുഡ്സ് ട്രെയിനിൻ്റെ ബോഗിക്കകത്ത് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തിരൂരിൽ നിന്ന് ട്രെയിൻ എടുക്കുന്നു. എങ്ങോട്ടേക്കാണ് യാത്ര? കോയമ്പത്തൂരിലേക്ക്. കോയമ്പത്തൂരിൽ ചെന്നിട്ട് അവിടെ ബെല്ലാരി ജയിലിലേക്ക് ഈ കലാപകാരികളെ അടയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അത് അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് അവിടുത്തെ അതിലേക്ക് പോയ വിപ്ലവകാരികൾ പോലും പ്രതീക്ഷിച്ച് കാണില്ല. അങ്ങനെ ഇതിന് നേതൃത്വം കൊടുത്തത് ഹിറ്റ്കോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു മലബാർ പൂക്കോട്ടൂർ യുദ്ധത്തിനിടയിൽ മരണപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആര്? ഹിറ്റ്കോക്ക്. ആ ഹിറ്റ്കോക്കിന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത്. ഇങ്ങനെ മതി, ഗുഡ്സ് ട്രെയിനിൽ മാത്രം ആൾക്കാരെ കൊണ്ടുപോയാൽ മതി എന്നുള്ള ആ ഒരു തന്ത്രം മുന്നോട്ട് വെച്ചത് ഹിറ്റ്കോക്കാണ്. ഏകദേശം 90ഓളം ആൾക്കാർ ഉണ്ടായിരുന്നു. ഏകദേശം 90ഓളം കലാപകാരികളെയാണ് ഈ ട്രെയിനിനകത്തേക്ക്, ഈ ഗുഡ്സ് ട്രെയിനകത്തേക്ക്, ബോഗിക്കകത്തേക്ക് കുത്തു നിറച്ചത്. അങ്ങനെ ആ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ആ ട്രെയിനിൻ്റെ ബോഗി അവർ തുറന്നു നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന 72ഓളം ആളുകൾ ശ്വാസം മുട്ടി അത് മരിച്ചു കിടക്കുകയാണ്. ബാക്കി ചക്രശ്വാസം വലിക്കുകയാണ് ബാക്കിയുള്ളവർ. ആകെ മൊത്തത്തിൽ 90 ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 72 പേരും മയ്യത്തായി. എവിടെ വെച്ചപ്പോൾ തുറന്നു നോക്കി? തിരൂരിൽ നിന്ന് കോയമ്പത്തൂർ എത്തിയില്ല, പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആ ബോഗി തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത് 72 പേർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുകയാണ്. ആ ട്രെയിനിൻ്റെ നമ്പർ, ആ ഗുഡ്സ് ട്രെയിനിൻ്റെ നമ്പർ MSM LV 1711. എക്സാമിന് ചോദിച്ചിട്ടുള്ള നമ്പറാണിത്. MSM LV 1711 എന്ന ഗുഡ്സ് ട്രെയിനിലാണ് ആളുകളെ ഇങ്ങനെ കുത്തി നിറച്ച്. അപ്പോൾ ആ കിരാതമായ കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിച്ച
ട്രെയിനിൻ്റെ പേര് MSM-LV 1711 എന്ന് പറയുന്ന ഗുഡ്സ് ട്രെയിനിലാണ്. അപ്പോൾ എവിടെ വെച്ചാണ് അത് റിപ്പോർട്ട് ചെയ്ത്? ഏത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ? കോയമ്പത്തൂർ ചെന്നോ? ഇല്ല, പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ഇതിൽ എന്താണ് സംഭവിച്ചത്? വാഗൺ ട്രാജഡി കഴിഞ്ഞു, ആളുകളൊക്കെ വലിയ വൈകാരികമായിട്ടാണ് ഇതിൽ പ്രതികരിച്ചത്. ഇന്ത്യയിലെമ്പാടും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇതെന്തായാലും കൈവിട്ട് പോകുന്ന കളിയായപ്പോൾ ബ്രിട്ടീഷുകാർ ഒന്ന് തണുക്കാൻ തയ്യാറായി. വാഗൺ ട്രാജഡി ദുരന്തം അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷന്റെ പേരാണ് AR നേപ്പ് കമ്മീഷൻ. ഒരു വല്ലാത്ത തേപ്പാണ് കൊടുത്തത്. AR നേപ്പ് കമ്മീഷൻ. ഏതാണ് AR നേപ്പ്? വേറെ ഒന്നുമില്ല, എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇന്ത്യക്കാരുടെ പ്രതിഷേധം ഒന്ന് തണുപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ കമ്മീഷൻ പഠിച്ച് അല്ലെങ്കിൽ കമ്മീഷൻ കുറ്റവാളിയായിട്ടുള്ള ആൾക്കാരെ ശിക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഇന്ത്യക്കാരുടെ പ്രതിഷേധത്തെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രശ്നത്തിലെല്ലാം ഞങ്ങളിപ്പോൾ സൊല്യൂഷൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആരെ അപ്പോയിന്റ് ചെയ്യുന്നു? അപ്പം വാഗൺ ട്രാജഡി ദുരന്തം അന്വേഷിച്ച കമ്മീഷന്റെ പേര് AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി ദുരന്തത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് ഓഫ് സൗത്ത് ഇന്ത്യ. 1919 ഏപ്രിൽ മാസം 13-ാം തീയതി നടന്ന ഒരു വലിയ കൂട്ടക്കളി ഉണ്ടായിരുന്നു. പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്തെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൗണ്ടിലേക്ക് ഏകദേശം 1000-ഓളം വരുന്ന ആൾക്കാരെ നിരത്തി നിർത്തി വെടിവെച്ച സംഭവം, അതാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം. അപ്പം ആ ജാലിയൻ വാലാബാഗ് ദുരന്തത്തിന്റെ ഷോക്കിൽ നിന്ന് മോചിതരാകുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഷോക്ക് കൂടി ബ്രിട്ടീഷുകാർ കൊടുക്കുകയാണ്. ഒരു ഗുഡ്സ് ട്രെയിനകത്ത് ആൾക്കാരെ കുത്തി നിറച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു, 72 പേരെ കൊന്നു. അത് അന്വേഷിച്ച കമ്മീഷന്റെ പേര് നമ്മൾ പറഞ്ഞു, AR നേപ്പ് കമ്മീഷൻ. അപ്പം ആ വാഗൺ ട്രാജഡി ദുരന്തത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് ഓഫ് സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ജാലിയൻ വാലാബാഗ് എന്നറിയപ്പെടുന്ന സംഭവത്തിന്റെ പേര് വാഗൺ ട്രാജഡി എന്ന് 1921 നവംബർ മാസം 10-ാം തീയതി. അതോടൊപ്പം തന്നെ എ പേഴ്സൺ ഹു കാൾഡ് വാഗൺ ട്രാജഡി ആസ് എ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡി ദുരന്തത്തെ വിശേഷിപ്പിച്ച ചരിത്രകാരനായിരുന്നു സുമിത് സർക്കാർ. അപ്പം ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡി ദുരന്തത്തെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. ആ പോത്തന്നൂർ നമ്മൾ പറഞ്ഞു, എവിടെ നിന്ന്? തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ ട്രെയിനാണ്. അത് പകുതി വെച്ച് അവർ തുറന്നു നോക്കുന്നു. എവിടെ വെച്ച്? പോത്തന്നൂരിൽ വെച്ച്. ആ പോത്തന്നൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. ഇനി വാഗൺ ട്രാജഡിക്ക് വേണ്ടി നമ്മുടെ അവിടുത്തെ മരണപ്പെട്ട 72 പേർക്കും വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു സ്മാരകം പണിഞ്ഞിട്ടുണ്ട്. ആ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. എവിടെ നിന്നാണോ ട്രെയിൻ വിട്ടത് അവിടെ തന്നെ നമ്മൾ പണിഞ്ഞു. ആ ഒരു സ്മാരകം പണിഞ്ഞു. ആ സ്മാരകം തിരൂരിലാണ്. അപ്പോൾ പോത്തന്നൂർ എവിടെയാണ്? പോത്തന്നൂർ തമിഴ്നാട്ടിലാണ്. പക്ഷേ വാഗൺ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂരിലാണ്. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളും അതിൻ്റെ എഴുത്തുകാരുമാണ് നമ്മൾ പറയുന്നത്. മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് K. മാധവൻ നായരാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് മലബാർ കലാപം എന്നുള്ളത് എഴുതുന്നത് K. മാധവൻ നായർ. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരെണ്ണം ദുരവസ്ഥ. വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ദുരവസ്ഥ. അത് എഴുതുന്നത് കുമാരനാശാനാണ്. കുമാരനാശാന്റെ ദുരവസ്ഥയെക്കുറിച്ച് വളരെ പോപ്പുലർ ആയിട്ടുള്ള കുമാരനാശാന്റെ കൃതിയാണ്. പക്ഷേ അതിൻ്റെ തീം എന്താണെന്ന് പലപ്പോഴും പലർക്കും അറിയില്ല. അതിൻ്റെ തീം 1921 മലബാർ കലാപമാണ്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സിനിമ നമ്മൾ നേരെ പറഞ്ഞു, IV ശശി സംവിധാനം ചെയ്ത 1921 എന്ന് പറയുന്ന സിനിമ. ഇത് ദുരവസ്ഥ കുമാരനാശാൻ എഴുതു. അടുത്തത് ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതുന്നത് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഖിലാഫത്ത് മൂവ്മെന്റ് നമുക്കറിയാം, മുസ്ലിംസിന്റെ സംഘടനയാണ്. തുർക്കിയിലെ ഖലീഫയുടെ അധികാരം തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ്. അതിലിതാ ഒരു നമ്പൂതിരിപ്പാട് ഒരു പുസ്തകം എഴുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രത്യേകത നിറഞ്ഞത്. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. അപ്പോൾ 1921 മലബാർ കലാപം ഇതിവൃത്തമാക്കി രചിച്ച മറ്റൊരു കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബ് അഥവാ PC കുട്ടിക്കൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഉറൂബിൻ്റെ വളരെ മനോഹരമായൊരു നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ തീമും ദുരവസ്ഥ എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ തീമും ഒരിക്കലും ഇതായിരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന പുസ്തകവും ദുരവസ്ഥ എന്ന് പറയുന്ന പുസ്തകം കുമാരനാശന്റെ ഉറൂബിൻ്റെ ഈ പുസ്തകവും ഏതുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ ഇതോടുകൂടി മലബാർ കലാപം നമ്മൾ
കഴിഞ്ഞു. മലബാർ കലാപത്തിൻ്റെ ആദ്യത്തെ ടോപ്പിക്, അതായത് 1836 തുടങ്ങിയ ഒരു മലബാർ കലാപമുണ്ട്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം 1921 പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് മൂവ്മെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് തണുത്ത് കിടന്ന മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം വീണ്ടും പുനർജനിക്കുന്നു 1921. പക്ഷേ 21 ഡിസംബറോടുകൂടി വളരെ ക്രൂരമായി തന്നെ വാഗൺ ട്രാജഡി ദുരന്തത്തോടെ ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ അടിച്ചമർത്തുകയാണ്. അങ്ങനെ വീണ്ടും മറ്റൊരു കലാപം കൂടി പരിസമാപ്തിയിലേക്ക് എത്തുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു പുതിയ ക്ലാസ്സുമായി എത്താം. ബൈ.